ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം ഉൽപ്പത്തി പുസ്തകം 38 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി 40-ാം അധ്യായം 8-ാം വാക്യം. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസെഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ? അത് എന്നോട് പറവിൻ എന്ന് പറഞ്ഞു. ഉറക്കത്തിനിടയിൽ മനസ്സിലുണ്ടാകുന്ന ചിത്രങ്ങൾ, ചിന്തകൾ, അനുഭവങ്ങൾ എന്നിവയെയാണ് സ്വപ്നം എന്ന് പറയുന്നത്. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് സ്വപ്നങ്ങളെ ഉപബോധ മനസ്സിലേക്കുള്ള രാജവീഥികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ സ്വപ്നങ്ങളെ ദൈവിക പദ്ധതിയുടെ മുഖാന്തരങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ വായന ഭാഗത്തും ചില സ്വപ്നങ്ങളെക്കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 40-41 അധ്യായങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. യാക്കോബ് ഏറെ സ്നേഹിച്ചിരുന്ന തൻ്റെ മകനായ യോസെഫിൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുക എന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യോസെഫിൻ്റെ ഈ ഒരു പ്രത്യേകതയാൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തെ ഏറെ ദ്വേഷിച്ചു എന്നാണ്. അങ്ങനെ താൻ തൻ്റെ സഹോദരന്മാരെക്കാൾ മികച്ചവനായിരുന്നതിനാലാണ് ഇന്ന് ഇത്തരത്തിൽ ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, കരുണയും സഹാനുഭൂതിയും ഉള്ളവരായിരിക്കുക. ജയിൽവാസം അനുഭവിക്കുമ്പോഴും തൻ്റെ പ്രതിസന്ധികളെക്കാൾ ഉപരിയായി കൂടെയുള്ളവരുടെ ദുഃഖത്തിന് കാരണം അന്വേഷിക്കുന്ന ഒരു യോസെഫിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. രാവിലെ യോസെഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാനൻ്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരായ ഫറവോൻ്റെ ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്ത് എന്ന് അവിടെ ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇത് മാത്രമല്ല, രാജാവായ ഫറവോൻ്റെ സ്വപ്നവും വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു യോസെഫിനെ നമ്മൾ കാണുന്നു. ഇവിടെ തൻ്റെ മുന്നിൽ ദുഃഖിതരായി കണ്ടവരുടെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ യോസെഫിന് കഴിഞ്ഞു. ദൈവത്തിൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ നോക്കിക്കാണുവാനുള്ള ഒരു മനസ്സ് യോസെഫിന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നമ്മുടെയും ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത സ്വപ്നങ്ങൾ അവശേഷിക്കുന്നില്ലേ? ചിലത് സാക്ഷാത്കരിക്കുവാൻ സാധിക്കാത്തവയും ആണ്. ജീവിതത്തിലെ ചില സങ്കീർണമായ പ്രശ്നങ്ങളെ വ്യാഖ്യാനിക്കുവാനും അവയ്ക്ക് പരിഹാരം നിർദ്ദേശിക്കുവാനും കേവലം മാനുഷിക ബുദ്ധി മാത്രം പോരായിരിക്കാം ചില സാഹചര്യങ്ങളിൽ. ഇത്തരം സാഹചര്യത്തിൽ കരുണയോടും സഹാനുഭൂതിയോടും യോസെഫ് ഇടപെട്ടു എങ്കിലും ഇവർ ചില സമയങ്ങളിൽ യോസെഫിനെ മറന്നുകളഞ്ഞതായും നമ്മൾ കാണുന്നു. ഇത്തരത്തിൽ സ്വന്തം കഷ്ടപ്പാടുകൾക്കിടയിലും മറ്റുള്ളവരുടെ വേദന ഏറ്റെടുക്കുവാനുള്ള ഒരു മനസ്സ് നമ്മിലുണ്ടെങ്കിൽ നമ്മുടെ സഹായം സ്വീകരിച്ചവർ ഒരുപക്ഷെ നമ്മെ മറന്നുപോയാലും ദൈവം നമ്മെ ഓർത്തിരിക്കും. നമ്മുടെ ആവശ്യ സമയങ്ങളിൽ തക്ക സമയത്ത് ദൈവം ഇടപെടുകയും ചെയ്യും എന്ന് യോസെഫിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായിട്ട്, ദൈവത്തിൻ്റെ മഹത്വം അംഗീകരിക്കുക. സകലത്തിൻ്റെയും സ്രഷ്ടാവും കാരണഭൂതനുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ മനുഷ്യർ എത്രയോ നിസ്സാരരാണെന്ന് നാം മനസ്സിലാക്കിയതാണ്. ഇവിടെ യോസെഫും അത് അംഗീകരിക്കുന്നു. തനിക്ക് സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവുണ്ടെങ്കിലും അത് തൻ്റെ കഴിവല്ല, ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് യോസെഫ് ഇവിടെ വ്യക്തമാക്കുന്നു. അതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് കാണുന്നത്. യോസെഫ് അവരോട് പറയുന്നു, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആഴമായ ദൈവവിശ്വാസമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സംഭവത്തിലൂടെ യോസെഫ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെയും കരുണയോടെയും ജീവിക്കുക എന്നതാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ ജീവിക്കുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് നമ്മെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ കഴിവുകളെല്ലാം അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കഠിനമായ അവസ്ഥയിലൂടെ പോകുമ്പോഴും അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുവാനും മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ ഇടപെടുവാനും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.